ഹലോ ഗായ്സ്, അപ്പം നമ്മളിതാ നമ്മളുടെ ഹണിമൂൺ ട്രിപ്പിന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരെ പോലെ കല്യാണം കഴിഞ്ഞിട്ടുള്ളൊരു ഒരു മാസത്തിന് ശേഷം ഞങ്ങളുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവാണ്. അങ്ങനെ ഏട്ടൻ ഇന്ത്യൻ റുപ്പീസിനെ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുന്ന വഴിയാണ്. കിട്ടിയാ ഡോളർ ചേഞ്ച് ചെയ്ത് നോക്കട്ടെ. ഗായ്സ്, ഡോളർ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ. ഡോളറൊക്കെ സെറ്റായി. ഇനി നെക്സ്റ്റ് നമ്മൾ ഡയറക്റ്റ് എയർപോർട്ടിലുള്ള വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മളിതാ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. ഒരു മാസത്തെ വെഡിങ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പിന് പോകും. എവിടെയാണ് നമ്മൾ പ്ലേസ്? വിയറ്റ്നാം. അവർ കംപ്ലീറ്റ് ടൂർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പൂക്കാ ടൂറിസം പറഞ്ഞിട്ടാണ്. അനീഷേട്ടനാണ്, നമ്മുടെ സ്വന്തം അനീഷേട്ടൻ, സജുവേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ആളാണ് നമുക്കിത് ഫുൾ അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ വെയർ വിഷസ് ടു വിസിറ്റ് എനി പ്ലേസ്, എനി ഇൻ്റർനാഷണൽ ട്രിപ്പ്. ഇൻ്റർനാഷണൽ അവർക്ക് ഇന്ത്യയിലും ഉണ്ടല്ല. അപ്പോൾ ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ എവിടെയെങ്കിലും നമുക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ദ പൂക്കാ ടൂർസ്. ഞാൻ അവരുടെ ഫുൾ കോൺടാക്ട് ഡീറ്റെയിൽസ് എവരിതിങ് ഐ വിൽ ബി ഷെയറിംഗ് ഇൻ അവർ യൂട്യൂബ്. ബൈ ഗൈസ്. സൈഡൊന്നും വീഡിയോ ബ്ലോഗിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോകുന്നു. ഇത് ഏട്ടൻ്റെ ഫ്രണ്ട് ആതിരയാണ്. ആള് ജെറ്റ് എയർവേസിലുള്ള ഗ്രൗണ്ട് സ്റ്റാഫാണ്. ഞങ്ങൾക്ക് ഹണിമൂൺ യാത്ര വിഷസൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞേക്കാം. സെലിബ്രിറ്റീനെ എനിക്കിതിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ആരാ സെലിബ്രിറ്റി നമുക്ക് വഴിയെ കാണാം. നമ്മളിതാ കൊച്ചി മെയിൻ സിറ്റിയിലേക്ക് ലാൻഡ് ആവും. കൊച്ചിയിൽ നിന്ന് ഹെനോയ്ക്ക് നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ആദ്യം കൊച്ചി മെയിൻ സിറ്റിയിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് നമുക്ക് ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക് മാറിയിട്ട് നമുക്ക് ഹെനോയ്ക്കുള്ള ഫ്ലൈറ്റ് എടുക്കണമായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സെലിബ്രിറ്റി, നമ്മൾ അനീഷേട്ടൻ. അളിയൻസ് കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ആൾക്ക്. അപ്പോൾ ആളും നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. ട്രാൻസ്ഫർ കൗണ്ടറിലേക്ക് പോവാണ്. ലഗേജൊക്കെ എടുത്തു. ഗോയിങ് ടു ദ ഡൊമസ്റ്റിക് ടെർമിനൽ ടു ചേഞ്ച് ദ ഫ്ലൈറ്റ്. ഫൈനലി ഹെനോയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. മഞ്ഞപ്പെട്ടീനെ കാത്തു നിൽക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് കാണാം നമ്മളുടെ അനീഷേട്ടൻ. ഡേ 1 ഹെനോയ് സ്റ്റാർട്ടാവാണ്. നമ്മളുടെ പൂക്കാ ടൂർസ് നമുക്ക് 3 നൈറ്റ് ആൻഡ് 4 ഡേയ്സിൻ്റെ ട്രിപ്പാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് നമ്മൾ ഗൈഡ് ഉണ്ട്. സോ ഇതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ഇനിയിപ്പോൾ ചെക്ക് ഔട്ട് ചെയ്ത് നമ്മളുടെ ഗൈഡിനെ തിരഞ്ഞു പിടിക്കണം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഡയറക്റ്റ് ഇനിയിപ്പോൾ ഹോട്ടലിൽ പോകും, ചെക്ക് ഇൻ ചെയ്യും. ആൻഡ് ഇന്നൊരു ഹാഫ് ഡേ സിറ്റി ടൂറാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ഫേമസ് ആയ ട്രെയിൻ സ്ട്രീറ്റിലേക്കാണ് പോവുക. അത് കഴിഞ്ഞിട്ട് 1 പില്ലർ പക്കോട. ഇതാണ് കേട്ടോ നമ്മളെ ടൂർ ഗൈഡ്. ആക്ച്വലി വിയറ്റ്നാമിന് ഒരു മെയിൻ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ആർക്കും ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ നമുക്ക് ടൂർ ഗൈഡ് വെച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പാക്കേജിൽ ഡിഫറൻസ് കാണും. നമ്മളൊരു പ്രൈവറ്റ് വെഹിക്കിളും പിന്നെ ടൂർ ഗൈഡിനായിരുന്നു നമ്മൾ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെ നമുക്ക് ഗ്രൂപ്പ് ബുക്കിങ്ങും ഉണ്ട്. ഗ്രൂപ്പ് ബുക്കിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ ചീപ്പായിട്ട് നമുക്ക് പോയി വരാം വിയറ്റ്നാമിൽ. അപ്പോൾ ഈ കാണുന്ന ബ്രിഡ്ജാണ് നമ്മളുടെ ജപ്പാനെയും വിയറ്റ്നാമിനെയും കണക്ട് ചെയ്യണത്. ഹോച്ചി മിൻ സിറ്റി ആസ് എ നെയിം സജസ്റ്റ് ഇറ്റ്സ് എ സിറ്റി. പക്ഷേ അവിടുത്തെ പോപ്പുലേഷൻ കുറവാണ് ഇഫ് യു കമ്പയർ ടു ഹെനോയ്. ഹെനോയ് ഇസ് എ ക്യാപിറ്റൽ ഓഫ് വിയറ്റ്നാം. ഇവിടുത്തെ പോപ്പുലേഷൻ 12.5 മില്യൺ ആണ്. ദ റീസൺ ഇസ് ഇവിടുത്തെ ഓക്യുപ്പേഷൻ കാരണം. ഇവിടെ ഇവർ കംപ്ലീറ്റ്ലി ദേ ആർ ഡിപ്പെൻഡഡ് ഓൺ വാട്ടർ ആൻഡ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. അപ്പോൾ അതാണ് ദ മെയിൻ റീസൺ വൈ ഹെനോയ് ഇസ് സോ മച്ച് പോപ്പുലേറ്റഡ്. നമ്മൾ കേരളത്തിലെ റിക്ഷ പോലെയാണ് ഇവിടുത്തെ ഈ സൈക്കിൾ ടാക്സി. അതൊരു പ്രത്യേകതരാണത് കാണുമ്പോൾ. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഗ്രാൻഡ് സിറ്റി ഹോട്ടൽ. ഇതൊരു 4 സ്റ്റാർ ഹോട്ടലാണ്. സോ ഇവിടെ നമുക്ക് 4 ഡേയ്സ് ആൻഡ് 3 നൈറ്റ്സ് ആണ്.
സോ ഫോർമാലിറ്റീസൊക്കെ ഫിൽ ചെയ്തതിന് ശേഷം ഉടനെ അവർ നമുക്ക് വെൽക്കം ഡ്രിങ്കായിട്ട് അവിടുത്തെ കോഫി ഡ്രിങ്കാണ് നമുക്ക് തന്നത്. അത് കുടിച്ചപ്പോൾ അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടായില്ല, ജസ്റ്റ് ഹാഫ് കുടിച്ചിട്ട് അങ്ങനെ വെച്ചു. അപ്പോൾ അതായത് ഞങ്ങളുടെ ആദ്യത്തെ ഡ്രിങ്ക് വിയറ്റ്നാമിൽ എത്തിയിട്ടുണ്ട്. റെഡിയായി, നമ്മുടെ ഡേ 1 സ്റ്റാർട്ട് ആവുന്നു. ഞങ്ങൾ ഡേ 1 തന്നെ ഫസ്റ്റ് നമ്മളുടെ വിസിറ്റ് ഉണ്ടായിരുന്നത് ഹനോയ് ട്രെയിൻ സ്ട്രീറ്റ് ആണ്. അപ്പോൾ വിയറ്റ്നാമിൽ വന്ന ദ ഫേമസ് പ്ലേസ് യു ക്യാൻ നെവർ മിസ്സസ് ദാറ്റ് ഈസ് യുവർ ഹനോയ് ട്രെയിൻ സ്ട്രീറ്റ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ നടുക്കോടുള്ള ഈ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ ഇങ്ങനത്തെ ഈ കഫേസും അതിൻ്റെ അടുത്തിരുന്ന് നമ്മൾ ട്രെയിനിൻ്റെ അടുത്തുനിന്ന് നമുക്ക് ഇങ്ങനെ ഒരു കോഫി കുടിക്കാമെന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സോ ഇവിടെ അതിൻ്റെ അടുത്തിരിക്കണമെങ്കിൽ നമുക്ക് മസ്റ്റായിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ഡ്രിങ്ക് പർച്ചേസ് ചെയ്തേ പറ്റുള്ളൂ, അതർവൈസ് ദേ വിൽ നോട്ട് അലൗ യു ടു സിറ്റ് ദെയർ. നമുക്ക് ട്രെയിൻ വരുമ്പോൾ നമുക്ക് മാറി നിൽക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തന്നെ ഈ ട്രെയിൻ അടുത്തു കൂടെ പോകാമെന്നാണ്. അപ്പോൾ നമുക്കത് എൻജോയ് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഡ്രിങ്ക് കുടിച്ചേ പറ്റുള്ളൂ, അത് അവരുടെ ഒരു ബിസിനസ്സാണ്. സോ ഞങ്ങളെല്ലാവരും ട്രെയിനിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നല്ല രസമായിരുന്നു. നമ്മൾ അടുത്തു കൂടെ ഇങ്ങനെ ട്രെയിൻ പോകുമ്പോൾ പറ്റണ അത്രയൊക്കെ സ്റ്റാൻഡിലൊക്കെ വെച്ച് ഞങ്ങൾ കുറച്ച് സെൽഫി വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് കോപ്രായങ്ങളാണ്. സോ ഡേ 1 ഹാഫ് ഡേ സിറ്റി ടൂറിൽ ഹനോയ് ട്രെയിൻ സ്ട്രീറ്റും പിന്നെ 1 പില്ലർ പഗോഡയായിരുന്നു. പക്ഷേ ഞങ്ങൾ ഓൾറെഡി ലേറ്റായി, അപ്പോൾ 1 പില്ലർ പഗോഡയിൽ പോകാൻ പറ്റില്ല. അതിൻ്റെ പകരം ഞങ്ങൾ പോയത് അവിടുത്തെ പാർലമെൻറ്റ് കാണാനാണ്. അപ്പോൾ ഞങ്ങൾ കാറിൽ തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ അത് വിസിറ്റ് ചെയ്യാൻ പോയി. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഫ്രാൻസാണ്. സ്പെഷ്യാലിറ്റി about this place? Yeah, this is the Ministry of Foreign Affairs. So actually the building here, the whole building was built by French colonists. Okay. Yeah, during the time that like the colonial time. ഈ കാണുന്ന ഫ്ലാഗാണ് ഇവിടുത്തെ നാഷണൽ ഫ്ലാഗ്. പിന്നെ ഇവിടെ ആകെ ഒരു പാർട്ടിയേ ഉള്ളൂ, അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ ആ സ്റ്റാർ കാണുന്നതാണ് ഇവരുടെ നാഷണൽ ഫ്ലാഗും പിന്നെ ഒരു ഫ്ലാഗ് ഉള്ളത് നമ്മളുടെ കമ്മ്യൂണിസ്റ്റിൻ്റെ ഫ്ലാഗും ആണ്. അവിടെ കുട്ടികളുടെ പ്രോഗ്രാമാണ്. നാട്ടിലും ബോംബെയിലൊക്കെ ഉള്ള പോലെ വിയറ്റ്നാമിലും ബ്ലോക്ക് ഉണ്ട് ഗൈസ്. അങ്ങനെ 1 പില്ലർ പഗോഡ കാണാൻ പറ്റാത്തതിന് മാത്രം ഒരു വിഷമമുണ്ട്. കുഴപ്പമില്ല, ബാക്കി കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തു. ഇനി ഞങ്ങൾ റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് നൈറ്റ് ലൈഫ് ഓഫ് വിയറ്റ്നാം നോക്കാം. ആൻഡ് ദാറ്റ് വിൽ കം ടു ദി എൻഡ് ഓഫ് ഡേ 1. അപ്പം ഇനി നൈറ്റിൻ്റെ വീഡിയോസ്. ഇത് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ടെറസ് വ്യൂ ആണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു പൂളുണ്ട്, അതേപോലെ ഒരു ബാർ കൗണ്ടറും ജിം ഏരിയയാണൊക്കെ ഉള്ളത്. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ജസ്റ്റ് വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടി, അതിന് മുന്നേ ഒന്ന് മുകളിൽ എന്താ പരിപാടി നോക്കാൻ വേണ്ടി വന്നതാണ്. ആരുമില്ലാത്ത ജിം. വ്യൂ ജിമ്മ് ചെയ്യണം കുറേ കാലത്തിന് ശേഷം. എന്താ മതിയാക്കിയോ? നല്ല മഴയാണ്. ഹോട്ടലുകാരനെ നമുക്ക് കുടമൊക്കെ തന്നു. നൈറ്റ് അങ്ങനെ കുറച്ച് നേരം സ്ട്രീറ്റിലൊക്കെ നടന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വേഗം ഞങ്ങൾ റൂമിൽ വന്നിട്ട് കിടന്നുറങ്ങി. സോ അത്രയ്ക്കായിരുന്നു ഞങ്ങളുടെ ഡേ 1 ഹനോയ് വിശേഷങ്ങൾ. സോ അതിൽ മെയിൻ ഞങ്ങൾ ഹനോയത്തെ ട്രെയിൻ സ്ട്രീറ്റും പിന്നെ അവിടുത്തെ പാർലമെൻറ്റാണ് ഞങ്ങൾ ഡേ 1 കണ്ടത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.